ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു PYQയുടെ ഒരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനു മുമ്പ് നമ്മുടെ എല്ലാ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഓരോ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളുടെ ടെലഗ്രാം ചാനലാണ് നടത്തുക. അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അപ്പോ ഇനി നമ്മൾ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. ഒട്ടും സമയം കളയുന്നില്ല. നമ്മൾ ഓരോ ടോപ്പിക് വൈസിന്റെ PYQ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്, ആർട്ടിക്കിളിന്റെ PYQ സീരീസിന്റെ പാർട്ട് 1 ആണ്. അപ്പൊ നമുക്കറിയാം ആർട്ടിക്കിളൊക്കെ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആർട്ടിക്കിളൊക്കെ എൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർട്ടിക്കിളിന്റെ ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആർട്ടിക്കിളിൽ നിന്ന് മുൻകഴിഞ്ഞ PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ച ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർട്ടിക്കിൾ PYQ സീരീസിന്റെ പാർട്ട് 1 ആണ്. ഇതിന്റെ അവസാനത്തിൽ ഒരു 5 ചോദ്യം സ്റ്റുഡൻസ് കോർണർ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ആയിട്ട് അയക്കണം. ഓക്കെ, അപ്പോ നമ്മൾ ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആർട്ടിക്കിൾ ആണ്, നമുക്കറിയാം ആർട്ടിക്കിൾ അല്ലേ. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 2 തരം ആർട്ടിക്കിൾ ആണ് ഉള്ളത്. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. എന്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. അതേപോലെ തന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഇതെല്ലാവർക്കും അറിയണമെന്നല്ലേ. ഡെഫിനിറ്റിൽ ദ ആണ്, ഇൻഡെഫിനിറ്റിൽ എ ഓർ ആൻ ആണ് അല്ലേ. അപ്പൊ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ദ എന്ന ആർട്ടിക്കിൾ ആണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എ ഓർ ആൻ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ എ ഓർ ആൻ എവിടെ കൊടുക്കാം എന്നാണ് ആദ്യം. ജസ്റ്റ് എന്റെ ക്ലാസ് കേൾക്കാത്ത കാണാത്ത ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ തരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കുക. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എ ഓർ ആൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവിടെ പല ആൾക്കാർക്കും തെറ്റിദ്ധാരണ ഉണ്ട്. നമുക്ക് നോക്കാം. വൊവൽ ഉണ്ടല്ലോ അല്ലെ, വൊവല് AEIOU, ഇതാണ് വൊവൽ എന്ന് പറയുന്നത്. ഒരിക്കലും വൊവലിന്റെ ലെറ്റർ നോക്കിയിട്ടല്ല നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ എ ഓർ ആൻ കൊടുക്കുക. ആ വൊവലിന്റെ സൗണ്ട് അനുസരിച്ചാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ എ ഓർ ആൻ കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എ എന്ന വൊവലിന് ആ എന്ന സൗണ്ടും എ എന്ന സൗണ്ടുമാണ് ഉള്ളത്. അപ്പൊ എക്ക് 2 സൗണ്ട് ഉണ്ട്, ഒന്ന് ആ, മറ്റേത് എ. ഈ സൗണ്ട് അനുസരിച്ചായിരിക്കണം നമ്മൾ എ ആണോ ആൻ ആണോ കൊടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത്. ഇനി അടുത്ത വൊവലായ ഇക്ക് 2 സൗണ്ട് ഉണ്ട്, ഇ എ അല്ലെ. ഇനി അടുത്ത വൊവലായ ഐന് 2 സൗണ്ട് ഉണ്ട്, ഐ അതേപോലെ തന്നെ ഇ. കണ്ടോ? ഇനി അടുത്ത വൊവലായ ഓക്ക് 2 സൗണ്ട് ഉണ്ട്, ഓ അതേപോലെ തന്നെ ഔ. ഇനി അടുത്ത വൊവലായ യുക്ക് 1 സൗണ്ടേ ഉള്ളൂ, അതെന്താണ്, ആ. എന്താണ്, ആ. ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയണത് PYQ സീരീസ് ആണ്. ഇത് കേൾക്കാത്ത ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്നുകൂടെ പറഞ്ഞത്. നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിൽ എ ഓർ ആൻ ആണ് പെടുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ വൊവലിന്റെ സൗണ്ട് അനുസരിച്ചാണ് നമ്മൾ എ ഓർ ആൻ കൊടുക്കുക. എ എന്ന വൊവലിന് 2 സൗണ്ട് ആണുള്ളത്, ഒന്ന് ആ, മറ്റേത് എ. ഇ എന്ന സൗണ്ടിന് 2 സൗണ്ട് ആണുള്ളത്, ഒന്ന് ഇ, മറ്റേത് എ. ഐ എന്ന വൊവലിന് 2 സൗണ്ട് ആണുള്ളത്, ഒന്ന് ഐ, മറ്റേത് ഇ. ഓ എന്ന വൊവലിന് 2 സൗണ്ട് ആണുള്ളത്, ഓ, ഒന്ന് മറ്റേത് ഔ. യു എന്ന വൊവലിന് 1 സൗണ്ടേ ഇവിടെ പറയുന്നുള്ളൂ, അത് ആ എന്നാണ്. ഈ സൗണ്ടിൽ ഏതെങ്കിലും ഒരു സൗണ്ടുമായി തന്ന പദത്തിന് ബന്ധമുണ്ടെങ്കിൽ, അതായത് PSC ഒരു ബ്ലാങ്ക് ഇടുന്നു, ഈ ബ്ലാങ്കിന്റെ ഭാഗത്ത് ഒരു പദം തരുന്നു, ഒരു വേർഡ് തരുന്നു. ഈ വേർഡിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള സൗണ്ട്, ഈ 9 സൗണ്ടിലെ അഥവാ ഈ വൊവലിന്റെ 9 സൗണ്ടിലെ ഏതെങ്കിലും ഒരു സൗണ്ടുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ വേർഡിന് മുൻപിൽ ആൻ കൊടുക്കണം. ഈ വേർഡിന് ഈ 9 സൗണ്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ നിങ്ങൾ ആ വേർഡിന് മുൻപിൽ എ കൊടുക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞതിന്റെ ആകത്തുക. യെസ് ഓർ നോ? അപ്പൊ പറയാനുള്ളത് എത്രയേ ഉള്ളൂ, വൊവലിന്റെ സൗണ്ട് അനുസരിച്ചാണ് നമ്മൾ എ ഓർ ആൻ കൊടുക്കേണ്ടത്. ഒരിക്കലും വൊവൽ അക്ഷരം നോക്കിയിട്ടല്ല. ഇന്ന് പല ആൾക്കാരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വൊവലിന്റെ അക്ഷരം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കണം എന്നാണ് പല കുട്ടികളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അല്ല, AEIOU എന്ന വൊവൽ അക്ഷരത്തിന്റെ സൗണ്ട് നോക്കിയിട്ടാണ് നമ്മൾ എ ഓർ ആൻ കൊടുക്കുക. ഈ കാണിച്ചു തന്ന 9 സൗണ്ടിലെ ഏതെങ്കിലും ഒരു സൗണ്ടുമായിട്ട് തന്ന പദത്തിന് ബന്ധമുണ്ടെങ്കിൽ ആ പദത്തിന് മുൻപിൽ ആൻ കൊടുക്കണം.
ഒരു ബന്ധവും ഇല്ലെങ്കിൽ എ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ ഓരോ ചോദ്യവും ഡിസ്കസ് ചെയ്യാണ്. 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ ഉള്ളത്. 50 ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും, ഇന്ന് ചർച്ചക്ക് വെക്കും. 5 ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസ് കോർണർ ആയിട്ട് തരും. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സും ഇതിന്റെ ആൻസർ ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടുന്നുള്ളത് ഷുവർ ആണ്, ഗ്യാരണ്ടീഡ് ആണ്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ്, നോക്കൂ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യത്തിലാണ് ക്യാൻ യു സ്പീക്ക് ഡാഷ് സ്പാനിഷ് എന്നാണ്. ഇവിടെ നമുക്കറിയാം സ്പാനിഷ് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ആണ്, അല്ല മക്കളെ? ലാംഗ്വേജ് ആണ്. ഇവിടെ ലാംഗ്വേജിന് മുൻപിൽ എപ്പോഴും ശ്രദ്ധിക്കണം, ലാംഗ്വേജിന് മുൻപിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ സ്പാനിഷ് കൊണ്ട് ഉദ്ദേശിച്ചത് സ്പാനിഷ് ഭാഷയാണ്. ഇത് ആർക്കാണ്, ഈ ചോദ്യം കണ്ടാൽ ആർക്കാണ് മനസ്സിലാക്കാത്തത്? എന്നെ കേൾക്കുന്ന ബഹുമാനമുള്ള കുട്ടികളെ, ക്യാൻ യു സ്പീക്ക് ഡാഷ് സ്പാനിഷ് എന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ഇവിടെ സ്പാനിഷ് ഒരു ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയാണ്. അപ്പൊ ഭാഷയാണെങ്കിൽ അതിന്റെ മുൻപിൽ ആർട്ടിക്കിൾ കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരേണ്ടത് നോ ആർട്ടിക്കിൾ എന്ന ഉത്തരമാണ്. നോ ആർട്ടിക്കിൾ എന്ന ഉത്തരമാണ്. അപ്പൊ എ ആൻഡ് ദ എന്ന് കൊടുത്താൽ നിങ്ങളെ മാർക്ക് പോകും. ക്യാൻ യു സ്പീക്ക് ഡാഷ് സ്പാനിഷ് എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ഒരു ഭാഷയാണ്, ഭാഷയുടെ മുൻപിൽ ആർട്ടിക്കിൾ കൊടുക്കാൻ പാടില്ല. എന്നാൽ ഇതിന്റെ ഒരു കണക്റ്റഡ് ഫാക്ട് ഞാൻ പറഞ്ഞു തരാം. എന്ന് പറഞ്ഞാൽ ഒരു ഭാഷന്റെ മുൻപിൽ നമ്മൾ ദ കൊടുത്തു കഴിഞ്ഞാൽ ദ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ എന്ന അർത്ഥമാകും, ഇംഗ്ലീഷുകാർ എന്ന അർത്ഥമാകും. അതേപോലെ തന്നെ ദ ഫ്രഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ചുകാർ എന്ന അർത്ഥമാകും. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ഭാഷയുടെ മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഷ സംസാരിക്കുന്ന നാട്ടുകാരാകും. അപ്പൊ തന്ന ചോദ്യം ഭാഷയാണോ നാട്ടുകാരാണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസറിലോട്ട് എത്താൻ. ദ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ എന്നാണ് അർത്ഥം. ദ ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാർ എന്നാണ് അർത്ഥം. അപ്പൊ തന്ന ചോദ്യം നാട്ടുകാരെ പറ്റിയാണോ പറയുന്നത് അല്ലെ ഭാഷയെ പറ്റിയാണോ പറയുന്നത് നോക്കുക. എന്നിട്ട് ദ ആണോ അല്ലെങ്കിൽ നോ ആർട്ടിക്കിൾ ആണോ തീരുമാനം എടുക്കുക. ക്യാൻ യു സ്പീക്ക് ഡാഷ് സ്പാനിഷ് എന്ന് പറഞ്ഞതിൽ ഒരിക്കലും നാട്ടുകാരല്ല, അത് ഭാഷയാണ്. അതുകൊണ്ടാണ് നോ ആർട്ടിക്കിൾ വന്നത്. നാട്ടുകാരാണെങ്കിൽ നമ്മൾ ആ ലാംഗ്വേജിന് മുൻപിൽ ദ കൊടുക്കണം എന്നാണ് പറഞ്ഞതിന്റെ ഒരു പൊതുവായ ഒരു വശം. മനസ്സിലായല്ലോ? എന്നാൽ മറ്റൊരു പോയിന്റും കൂടി നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചോദ്യത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അതേപോലെ തന്നെ ഫ്രഞ്ച് ലാംഗ്വേജ് എന്നിങ്ങനെ എടുത്തു പറഞ്ഞാൽ, ഒരു ചോദ്യത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്രഞ്ച് ലാംഗ്വേജ് എന്നിങ്ങനെ എടുത്തു പറഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ദ കൊടുക്കണം. അപ്പൊ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ദ ഫ്രഞ്ച് ലാംഗ്വേജ് അങ്ങനെ ചോദ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ദ കൊടുക്കണം. ദ കൊടുക്കാതെ പോരരുത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് എന്ന പദത്തിന് ശേഷം, ട്രാൻസ്ലേറ്റ് എന്ന പദത്തിന് ശേഷം ഒരു ഭാഷ വന്നാൽ ആ ഭാഷയുടെ മുൻപിൽ ദ പ്ലസ് ലാംഗ്വേജ് കൊടുക്കണം, ദ പ്ലസ് ലാംഗ്വേജ് കൊടുക്കണം. ട്രാൻസ്ലേറ്റ് എന്ന പദത്തിന് ശേഷം ഭാഷ വന്നാൽ ആ ഭാഷയുടെ മുൻപിൽ ദ കൊടുക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ഡാഷ് ഇംഗ്ലീഷ് എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ഡാഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സെന്റൻസിൽ ട്രാൻസ്ലേറ്റഡ് എന്നൊരു പദമുണ്ട്. ട്രാൻസ്ലേറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഷ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ദ കൊടുക്കണം. അപ്പൊ നമ്മുടെ ആൻസർ ദയാണ്. യെസ് ഓർ നോ? കാര്യം മനസ്സിലായല്ലോ? അപ്പൊ ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ദ ഇംഗ്ലീഷ് എന്നാണ് ഇവിടെ പറയാം. ഇത്രയുമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ഐ സോ ഡാഷ് വൺ ഐഡ് മാൻ. ഇവിടെ നോക്ക്, ഡാഷ് കഴിഞ്ഞിട്ട് വാ എന്ന വണ്ണ് എന്നുള്ളതാണ്. ഇവിടുത്തെ സൗണ്ട് വാ എന്നാണ്. ഇവിടെ ഓ എന്ന വവലാണെങ്കിലും ഇവിടുത്തെ സൗണ്ട് വാ എന്നാണ്. ഓ എന്ന വവലാണെങ്കിലും ഇവിടുത്തെ സൗണ്ട് വാ എന്നാണ്. വാ എന്ന് വരുമ്പോൾ ആ 9 സൗണ്ടിൽ പെടുന്നില്ല. ആ 9 സൗണ്ടിൽ പെടുന്നില്ല. 9 സൗണ്ടിൽ പെടാഞ്ഞാൽ ബഹുമാനമുള്ള കുട്ടികളെ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്. ഐ സോ എ വൺ ഐഡ് മാൻ, എ വൺ ഐഡ് പേഴ്സൺ എന്നാണ് പറയാ. മനസ്സിലായല്ലോ? അതുമാണ് രണ്ടാമത്തെ ചോദ്യവുമായിട്ട് പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ ഹോക്കിംഗ് ഹാസ് മെയ്ഡ് ഇന്യൂമറബിൾ സ്റ്റഡീസ് റിഗാർഡിംഗ് ഡാഷ് യൂണിവേഴ്സ് എന്നാണ് പറഞ്ഞത്.
നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, യുണീക്കായ ഒരു കാര്യം പറയാൻ തുല്യമല്ലാത്ത എന്തൊക്കെയുണ്ടോ അത് പറയുമ്പോ, തുല്യമല്ലാത്ത എന്തൊക്കെയുണ്ടോ അത് പറയുമ്പോൾ, തുല്യമല്ലാത്ത എന്തൊക്കെയുണ്ടോ അത് പറയുമ്പോൾ അതിന്റെ മുൻപിൽ നിർബന്ധമായിട്ടും മക്കളെ നമ്മൾ ദാ കൊടുക്കണം. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അതിന് തുല്യം വേറെ ഇല്ല. അപ്പൊ യു എന്ന സൗണ്ട് നോക്കിയിട്ട് എ കൊടുത്താൽ നിങ്ങളെ മാർക്ക് പോകും. തുല്യമല്ലാത്ത എന്ത് പറയുന്നുണ്ടെങ്കിലും അതിന്റെ മുൻപിൽ നമ്മൾ ദാ എന്ന ആർട്ടിക്കിൾ ആണ് കൊടുക്കേണ്ടത്. യൂണിവേഴ്സിന് തുല്യം യൂണിവേഴ്സ് തന്നെയാണ്, വേറെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ദാ എന്നാണ്. അപ്പൊ 3 ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 4ാമത്തെ ചോദ്യം നോക്കൂ. ഐ സോ എ മാൻ, എന്നിട്ട് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നു. എന്നിട്ട് പറയാം ഡാഷ് മാൻ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗേറ്റ് എന്നാണ് പറഞ്ഞത്. ഇവിടെ എ മാൻ എന്ന് പറഞ്ഞു അല്ലേ? ഈ മാനിന്റെ മുൻപിൽ നമ്മൾ എ എന്ന ആർട്ടിക്കിൾ കൊടുത്തു, അതിന് യാതൊരു വിരോധവും ഇല്ല. എന്നാൽ വീണ്ടും ആ മാനിനെ വീണ്ടും പരാമർശിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതിനെ വീണ്ടും പരാമർശിച്ചു. ആദ്യം പറഞ്ഞതിനെ വീണ്ടും പരാമർശിച്ചാൽ അതിന്റെ മുൻപിൽ നമ്മൾ നിർബന്ധമായിട്ടും ദാ വെക്കണം. അത് നിയമമാണ്. ഞാനിപ്പോ ഒരു പേന പറഞ്ഞു, അപ്പൊ ഈ പേനയുടെ മുൻപിൽ എ പെൻ എന്നാണ് ഞാൻ പറയേണ്ടത്. വീണ്ടും അതേ സെന്റൻസിൽ ഈ പെന്നിനെ പറ്റി ഞാൻ പരാമർശിച്ചാൽ ആ പെന്നിന് മുൻപിൽ ദാ വരണം. യെസ് ഓർ നോ? അപ്പൊ നോക്കൂ, ഇവിടെ ആദ്യം ഒരു മാനിനെ പറ്റി പറഞ്ഞു, ആ മാനിന്റെ മുൻപിൽ എ വന്നു. വീണ്ടും അതേ സെന്റൻസിൽ വീണ്ടും മാൻ എന്ന് വീണ്ടും പരാമർശിക്കുകയാണ്. അപ്പൊ അതിന്റെ മുൻപിൽ ദാ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഐ സോ എ മാൻ, എന്നിട്ട് ദ മാൻ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ മുൻപ് പരാമർശിക്കപ്പെട്ട എന്തിനെങ്കിലും ഒന്നിനെ വീണ്ടും പരാമർശിക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ ദാ കൊടുക്കണം. ഞാൻ ഈ മൊബൈലിനെ പറ്റി പറഞ്ഞു, അപ്പൊ ഈ മൊബൈൽ എ മൊബൈലാണ് പറയുക. അതേ സെന്റൻസിൽ വീണ്ടും ആ മൊബൈലിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടാമത് പറയുന്ന സെയിം മൊബൈലിന് മുൻപിൽ നമ്മൾ ദാ എന്ന ആർട്ടിക്കിൾ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇത്രയുള്ള 4ാമത്തെ ചോദ്യം. ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. ഐ ഹാവ് ഡാഷ് ടെറിബിൾ ഹെഡേക്ക്. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഹെഡേക്ക് ആണ്. ഈ ഹെഡേക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. വലിയ അസുഖമാണെങ്കിൽ, അതേപോലെ ക്യാൻസർ പോലത്തെ വലിയ അസുഖമാണെങ്കിൽ, ബിഗ് ഡിസീസ് ആണെങ്കിൽ നോ ആർട്ടിക്കിൾ ആണ് വരേണ്ടത്. മനസ്സിലായോ? വലിയ അസുഖമാണെങ്കിൽ ആർട്ടിക്കിൾ വെക്കാൻ പാടില്ല. എന്നാൽ കോൾഡ്, ഹെഡേക്ക്, അതേപോലെ തന്നെ മറ്റേ ഫീവർ, ഇങ്ങനത്തെ സ്മാൾ എയിൽമെന്റ്സ് ആണെങ്കിൽ, ചെറിയ അസുഖമാണെങ്കിൽ അതിന്റെ സൗണ്ട് അനുസരിച്ച് നമ്മൾ എ ഓർ ആന് കൊടുക്കണം. ഇവിടെ ടെറിബിൾ ഹെഡേക്ക് എന്നാണ് പറഞ്ഞത്. ടെറിബിളിന് ടേ എന്ന സൗണ്ട് ആണ് ഉള്ളത്. ഞാൻ പഠിപ്പിച്ച 9 സൗണ്ടിൽ ടേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ടോ എന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ടി എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആ 9 സൗണ്ട് ഞാൻ ആദ്യം എഴുതിയില്ലേ, അത് നോട്ട് എഴുതി വെക്കണം. എന്റെ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ 9 സൗണ്ടിൽ ടേ എന്ന സൗണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നിർബന്ധമായും നമ്മൾ എ കൊടുക്കണം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. വലിയ ഡിസീസ് ആണെങ്കിൽ, ബിഗ് ഡിസീസ് ആണെങ്കിൽ നോ ആർട്ടിക്കിൾ ആണ് വരേണ്ടത്. എന്നാൽ ഹെഡേക്ക്, അതേപോലെ കോൾഡ്, ഫീവർ, ഇങ്ങനത്തെ ചെറിയ ഡിസീസ് ആണെങ്കിൽ എ കൊടുക്കണം. അതിന്റെ സൗണ്ട് അനുസരിച്ച് എ ഓർ ആന് കൊടുക്കണം. ഇവിടെ ടെറിബിളിന്റെ ടേ എന്ന സൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ എ എന്ന ആർട്ടിക്കിൾ കൊടുത്തത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് 5ാമത്തെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. 6ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക. ഡാഷ് ഓണസ്റ്റ് മാൻ ഈസ് ദ നോബിളസ്റ്റ് വർക്ക് ഓഫ് എ ഗുഡ് എന്നാണ്, ഓഫ് ഗോഡ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നോക്കുക, ഓണസ്റ്റ്, അതേപോലെ തന്നെ ഓണർ, അതേപോലെ തന്നെ എയർ. ഓണസ്റ്റ്, ഓണർ, എയർ. ഒന്നുകൂടെ, ഓണസ്റ്റ്, ഓണർ, എയർ. എയർ എന്ന് പറഞ്ഞാൽ അനന്തരാവകാശി, HEIR. മനസ്സിലായ? ഓണസ്റ്റ്, ഓണർ, എയർ. അതേപോലെ തന്നെ അവർ. ഇത്തരം എച്ച് എന്താണ് മക്കളെ? സൈലന്റ് ആണ്. ഇതിന്റെ മുൻപിലുള്ള എച്ച് സൈലന്റ് ആണ്. എന്നാൽ എച്ച് കൊണ്ട് വീണ്ടും ഒരുപാട് വാക്കുകൾ തുടങ്ങുന്നുണ്ട്. ആ എച്ച് ഒന്നും സൈലന്റ് അല്ല. ഹോണസ്റ്റിന്റെ എച്ച് സൈലന്റ്, ഓണറിന്റെ എച്ച് സൈലന്റ്, എയറിന്റെ എച്ച് സൈലന്റ്,
അവറിന്റെ എച്ച് സൈലന്റ്. അങ്ങനെ ഈ 4 പദങ്ങളുടെ എച്ച് സൈലന്റ് ആണ്. എന്നാൽ ഹോട്ടലിന് എച്ച് ആണ്, അല്ലെ? ഹോട്ടലിന് എച്ച് ആണ്, ഹംബിളിന് എച്ച് ആണ്. ഇതിന്റെ എച്ച് ഒന്നും സൈലന്റ് അല്ല. ഈ വാക്കുകളുടെ എച്ച് ആണ് സൈലന്റ്. അതുകൊണ്ട് ഇവിടെ ഓ എന്ന സൗണ്ട് ആണ് ഇവിടെ ഉച്ചരിക്കുന്നത്. ഓ എന്ന സൗണ്ട് നമ്മൾ ആ 9 സൗണ്ട് എടുക്കുമ്പോൾ ഓ എന്ന സൗണ്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട ഉത്തരം ആനാണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആനാണ്. ഇനി മറന്നു പോകരുത്, ഹോണസ്റ്റ്, ഹോണർ, ഹെയർ, അവർ ഇതിന്റെ എച്ച് സൈലന്റ് ആണ്. അതുകൊണ്ട് ഓ എന്ന സൗണ്ട് ആണ് വരിക. അതുകൊണ്ടാണ് അതിന്റെ മുൻപിൽ ആന് വന്നത്. എ പാടില്ല, ദാ പാടില്ല. ബോത്ത് ബി ആൻഡ് സി എന്നുള്ളത് തെറ്റാണ്. ഇത് PYQ ആണ്. ഇത് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് മുഴുവൻ PYQ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിൽ എത്തേണ്ടത് എന്നാണ് പറയാനുള്ളത്. ഇനി 7ാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് ആർട്ടിക്കിൾസ് ആർ സ്യൂട്ടബിൾ ഇൻ ദ സെന്റൻസ്? ഹി ഓർഡേഴ്സ് ഡാഷ് കേക്ക് ആൻഡ് ഡാഷ് എക്ലെയർ. എന്നിട്ട് വീണ്ടും ആ കേക്കിനെ പരാമർശിക്കുകയാണ്. കേക്ക് വാസ് നോട്ട് ഗുഡ്. അപ്പൊ 2 നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, എക്ലെയർ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം പറഞ്ഞ കേക്കിനെ വീണ്ടും ഇവിടെ പരാമർശിക്കുകയാണ്. ആദ്യം പറഞ്ഞ കേക്കിനെ വീണ്ടും ഇവിടെ പരാമർശിക്കുകയാണ്. അപ്പൊ നോക്കി, കേക്കിന് കെ എന്ന സൗണ്ട് ആണ്, അപ്പൊ എ കൊടുക്കണം. എക്ലെയറിന് എ എന്ന സൗണ്ട് ആണ്, എ എന്ന സൗണ്ട്, അക്ഷരം നോക്കണ്ട, എ എന്ന സൗണ്ട് ആണ്, അപ്പൊ ആന് കൊടുക്കണം. പിന്നെ ആദ്യം പറഞ്ഞ കേക്കിനെ വീണ്ടും ആ സെന്റൻസിൽ പരാമർശിക്കുമ്പോൾ അതിന്റെ മുൻപിൽ നമ്മൾ ദാ കൊടുക്കണം. ദാ. അപ്പൊ ഹി ഓർഡേഴ്സ് എ കേക്ക് ആൻഡ് ആൻ എക്ലെയർ എന്ന് പറഞ്ഞിട്ട് ദ കേക്ക് വാസ് നോട്ട് ഗുഡ് എന്നുള്ള ആൻസർ ആണ് വരിക. അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് ഓപ്ഷൻ സി എന്ന് നമ്മൾ പരിഗണിക്കേണ്ടി വരും. ഓപ്ഷൻ സി. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി 8ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സ്കൂൾ ഫോർ ഡാഷ് ബ്ലൈൻഡ്. ഇവിടെ നമുക്കറിയാം ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ, ബഹുമാനമുള്ള മക്കളെ, ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ സ്കൂളാണ്. ആർക്കുള്ള സ്കൂളാണ്? ബ്ലൈൻഡിനുള്ള സ്കൂളാണ്. ഇവിടെ എ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് കാണാത്ത ആള് എന്നാവും. ഒരു കണ്ണ് കാണാത്ത ആൾക്ക് നമ്മൾ സ്കൂൾ നടത്തൂല. അത് വേറെ എവിടെയും കൊണ്ടുപോയി അവനെ പഠിപ്പിച്ചാൽ മതി. അപ്പൊ എ ബ്ലൈൻഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണ് കാണാത്ത ആള് എന്നാവും. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള ബ്ലൈൻഡ് വരുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ആ അഡ്ജക്റ്റീവിന്റെ കൂട്ടത്തെ കിട്ടണമെങ്കിൽ ഇതിന്റെ മുൻപിൽ നമ്മൾ ദാ എന്ന ആർട്ടിക്കിൾ കൊടുക്കണം. ഒരു അഡ്ജക്റ്റീവിന്റെ ആ വിശേഷിപ്പിക്കപ്പെടുന്ന കൂട്ടത്തെ നമുക്ക് കിട്ടണമെങ്കിൽ അതിന്റെ മുൻപിൽ ദാ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ദ ഓൾഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം വയസ്സന്മാർ എന്നാണ്. വയസ്സന്മാർ മറക്കരുത്. ഓൾഡിന് മുൻപിൽ ദാ കൊടുത്തു കഴിഞ്ഞാൽ വയസ്സന്മാർ എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ നമ്മൾ നോക്കുക, ദ റിച്ച് എന്ന് പറഞ്ഞാൽ പണക്കാർ എന്നാണ് അർത്ഥം. പണക്കാർ എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ ഒരു അഡ്ജക്റ്റീവിന്റെ മുൻപിൽ ദാ കൊടുത്തു കഴിഞ്ഞാൽ ആ വിശേഷിപ്പിക്കപ്പെടുന്ന കൂട്ടമാണ് വരിക. അപ്പൊ ഇവിടെ സ്കൂള് ആർക്കുള്ളതാണ്? കണ്ണ് കാണാത്ത കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ കണ്ണ് കാണാത്ത എല്ലാവരും അതിൽ പെടണം. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ മുൻപിൽ ദാ കൊടുക്കണം. ഇതാണ് ഇവിടെ പറഞ്ഞത്. ദിസ് ഈസ് എ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എന്നാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബഹുമാനമുള്ള കുട്ടികളെ, എന്നെ കേൾക്കുന്നവരെ, ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വിശേഷണ പദമാണ്, അല്ലേ? അപ്പൊ എ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് കാണാത്ത കുട്ടി എന്നാകും, ഒരു കണ്ണ് കാണാത്ത ആള് എന്നാകും. അപ്പൊ സ്കൂൾ ഒരു കണ്ണ് കാണാത്ത ആൾക്ക് നടത്തൂല, കണ്ണ് കാണാത്ത കുട്ടികൾക്കാണ് നടത്തുക. അപ്പൊ ഈ ബ്ലൈൻഡിന്റെ കൂട്ടത്തെ കിട്ടാൻ നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ ആണ് കൊടുക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതാണ് ദ ആയത്. ഓക്കെ, ഒരു അഡ്ജക്റ്റീവിന് മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ കൊടുത്താൽ അത് ആ പൊതു സമൂഹത്തെ സൂചിപ്പിക്കും എന്നാണ് പറയാനുള്ളത്. 9ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. 9ാമത്തെ ചോദ്യം, ദ ട്രെയിൻ വാസ് ഗോയിങ് അറ്റ് 80 കിലോമീറ്റേഴ്സ് ഡാഷ് അവർ. ഇവിടെ അവർ എന്നാണ്, ഇവിടെ എച്ച് ആണ്. ഈ മക്കളെ, ഈ എച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ സൈലന്റ് ആണ്. ഈ എച്ച് ഇവിടെ സൈലന്റ് ആണ്. ഓ എന്താണ്? ആ എന്ന സൗണ്ട് ആണ് ഇവിടെ കിട്ടുന്നത്. ആ എന്ന സൗണ്ട്, അല്ലെ? അവറിന് ആ എന്ന സൗണ്ട് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ആൻ ആണ്. മറന്നു പോകരുത്, ആൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇനി 10ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് ഡാഷ് ബെസ്റ്റ് ആക്ടർ ഐ നോ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. കുട്ടികൾ ഇവിടെ നോക്കൂ. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. മറന്നു പോകരുത്, സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രി 2 മോഡലാണ്.
ഒരു പദത്തിന്റെ അവസാനത്തിൽ EST ഉണ്ടാകും, ഒരു പദത്തിന്റെ തുടക്കം മോസ്റ്റ് ഉണ്ടാകും. ഇത് രണ്ടുമാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുക. അപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന ഒരു ഡിഗ്രി ഉണ്ട്. ആ സൂപ്പർലേറ്റീവ് ഡിഗ്രി രണ്ട് മോഡലാണ്. ഒന്ന്, ഒരു പദത്തിന്റെ അവസാനം ESTയും, രണ്ട്, ഒരു പദത്തിന്റെ തുടക്കം മോസ്റ്റുമാണ് ഉണ്ടാവുക. അപ്പൊ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൂപ്പർലേറ്റീവ് ആണ്, മോസ്റ്റ് പവർഫുൾ സൂപ്പർലേറ്റീവ് ആണ്, മോസ്റ്റ് ഇന്റലിജന്റ് സൂപ്പർലേറ്റീവ് ആണ്, മോസ്റ്റ് എക്സ്പെൻസീവ് സൂപ്പർലേറ്റീവ് ആണ്, ബിഗ്ഗസ്റ്റ്, ടോളസ്റ്റ്, റിച്ചസ്റ്റ്, ഹാപ്പിയസ്റ്റ്, ഫണ്ണിയസ്റ്റ്, ഇതൊക്കെ എന്താണ്? സൂപ്പർലേറ്റീവ് ആണ്. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ് വിച്ച് വി ക്യാൻ സീ EST, അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ വേർഡ് വിച്ച് വി ക്യാൻ സീ മോസ്റ്റ്, വിച്ച് വി ക്യാൻ കോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പൊ എല്ലാ സൂപ്പർലേറ്റീവ് ഡിഗ്രിന്റെ മുൻപിലും ബഹുമാനമുള്ള മക്കളെ നമ്മൾ ദാ ആണ് കൊടുക്കേണ്ടത്. കുട്ടികളെ, നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാ സൂപ്പർലേറ്റീവ് ഡിഗ്രിന്റെ മുൻപിലും നമ്മൾ ദാ എന്ന ആർട്ടിക്കിൾ ആണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ബെസ്റ്റ് എന്നുള്ളത് EST വന്നു, അതൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് എന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, ദാ എന്ന ഉത്തരത്തിലേക്ക് എത്തേണ്ടി വരും. യെസ് ഓർ നോ? ഇനി 11ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. 11ാമത്തെ ചോദ്യം വീണ്ടും പറയാണ്, ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിച്ചതാണ്. ഐ ഹോപ്പ് ടു റീച്ച് ഹോം ഇൻ ഡാഷ് അവർ. മക്കളെ ഇവിടെ നോക്ക്, ഇവിടെ ഈ H എന്നുള്ളത് സൈലന്റ് അല്ലേ കുഞ്ഞുങ്ങളെ? സൈലന്റ് അല്ലേ? ഇത് ആ എന്നല്ലേ സൗണ്ട്? ആ എന്ന സൗണ്ട് അല്ലോ. ഹോ ഹോ എന്ന് പറയോ? ഹോ ഹോ എന്ന് പറയില്ലല്ലോ. ആ എന്ന സൗണ്ട് അല്ലേ ഉള്ളത്. അപ്പൊ ആ എന്ന സൗണ്ട് ആവുമ്പോ നമുക്ക് ഈ ആൻ എന്നല്ലേ കൊടുക്കേണ്ടത്? ആൻ അവർ എന്നല്ലേ കൊടുക്കേണ്ടത്? ഇതാണ് 11ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി 12ാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് MLA ഡൊണേറ്റഡ് 1 lakh rupees ഫ്രം MLA ഫണ്ട്. ഇവിടെ MLA ഫണ്ട് സ്പെസിഫൈ ചെയ്യുകയാണ്. അതായത് MLA തന്റെ കീശിന്ന് കൊടുക്കല്ല. MLA ഫണ്ട്, ഒരു നിയമസഭയിലോട്ട് കേരളത്തിൽ നിന്ന് ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് MLA ഫണ്ട് ഉണ്ടാവും. അത് തന്റെ മണ്ഡലത്തിൽ എന്ത് ചെയ്യണം? അത് വിനിയോഗിക്കണം. ഇതല്ലേ? അപ്പൊ ഒരു മണ്ഡലത്തിൽ ഒരു MLA ഉണ്ടാവുള്ളൂ. അപ്പൊ MLA എന്ന സൗണ്ട് ആണ്. എ എന്ന സൗണ്ട്. അല്ല അല്ലേ എന്ന് ആരും പറയില്ല. MLA, അവിടെ എ എന്ന സൗണ്ട് ആണ്. അപ്പൊ ആ ഒരു MLA എന്ന് പറയുമ്പോൾ ആന് വെക്കണം. എവിടുന്നാണ് 1 lakh rupees ഡൊണേറ്റ് ചെയ്തത്? തന്റെ MLA ഫണ്ട് എന്നാണ്. ആ MLA ഫണ്ടിനെ സ്പെസിഫൈ ചെയ്യുന്നു. നമുക്കറിയാം, സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, എന്ത് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ മുൻപിൽ ദാ കൊടുക്കണം. എടുത്തു പറഞ്ഞാൽ ദാ കൊടുക്കണം. ഈ പേന എ പെന്നാണ്. ഈ പെന്നിനെ സ്പെസിഫൈ ചെയ്താൽ ദ പെന്ന് പറയണം. ഈ മൊബൈല് എ മൊബൈലാണ്. ഈ മൊബൈലിനെ സ്പെസിഫൈ ചെയ്താൽ ദ മൊബൈൽ എന്ന് പറയണം. അപ്പൊ ഇവിടെ MLA ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ദായാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി, ആൻ ദ എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ഇനി 13ാമത്തെ ചോദ്യം നോക്കൂ. സാരംഗ് സ്റ്റേസ് ഇൻ ഡാഷ് ബെഡ് ടിൽ 9 എവറി മോർണിംഗ്. ഇവിടെ നമുക്കറിയാം സാരംഗ് ബെഡിൽ എല്ലാ 9 മണി വരെ ചെലവഴിക്കുന്നു. 9 മണി വരെ സാരംഗ് ബെഡിൽ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? ബെഡിൽ കിടക്കുന്നു എന്നാണ്. 9 മണി വരെ ബെഡിൽ കിടക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ സാരംഗ് ബെഡ് എന്തിനാ ഉപയോഗിച്ചത്? കിടക്കാന് അല്ലേ? അപ്പൊ നമുക്കറിയാം ബെഡിന്റെ ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ കിടക്കലാണ്, അല്ലാതെ ആ തലയിൽ വെച്ച് നടക്കലല്ല. ബെഡ് വേണോ ബെഡ് വേണോ, അത് കച്ചവടത്തിനാണ്. ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? കിടക്കലാണ് അല്ലേ? അപ്പൊ സാരംഗ് 9 മണി വരെ ബെഡിൽ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ, ബെഡിൽ നിന്നു എന്ന് പറഞ്ഞാൽ ബെഡിൽ കിടന്നു എന്നാണ് അവിടെ ആൻസർ ആക്കണേ, എന്നാണ് അവിടെ മനസ്സിലാക്കണേ. അപ്പൊ ബെഡ് ഇവിടെ കിടക്കാനാണ് ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. സ്കൂള്, അതേപോലെ തന്നെ കോളേജ്, അതേപോലെ തന്നെ ടെമ്പിള്, അതേപോലെ തന്നെ ചർച്ച്, അതേപോലെ തന്നെ ബെഡ്, അതേപോലെ തന്നെ പ്രിസണ്, അതേപോലെ തന്നെ കോർട്ട്. മനസ്സിലായല്ലോ? സ്കൂള്, കോളേജ്, ടെമ്പിള്, ചർച്ച്, ബെഡ്, പ്രിസണ്, കോർട്ട്. സ്കൂള്, കോളേജ്, ടെമ്പിള്, ചർച്ച്, ബെഡ്, പ്രിസണ്, കോർട്ട്, ഹോസ്പിറ്റല്. ഇതെങ്കിലും ഒന്ന് ഓർമ്മ ഉണ്ടാവുക. ഏതൊക്കെയാണ്? സ്കൂള്, കോളേജ്, ടെമ്പിള്, ചർച്ച്, ബെഡ്, പ്രിസണ്, കോർട്ട്, ഹോസ്പിറ്റല്. ഇത് അതാതിന്റെ ജനറൽ പർപ്പസിനാണ് ഉപയോഗിച്ചതെങ്കിൽ ഇതിന്റെ മുൻപിൽ നോ ആർട്ടിക്കിൾ ആണ് വെക്കുക. നോ ആർട്ടിക്കിൾ.
നമുക്കറിയാം സ്കൂളിന്റെ ജനറൽ പർപ്പസ് എന്താ? പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കുട്ടി സ്കൂൾ പഠിക്കാൻ ഉപയോഗിച്ചാൽ സ്കൂളിന്റെ മുൻപിൽ നോ ആർട്ടിക്കിള്. ഒരു കുട്ടി സ്കൂൾ കളിക്കാനാണ് ഉപയോഗിച്ചതെങ്കിൽ സ്കൂളിന് മുമ്പിൽ ദ. അപ്പൊ ജനറൽ പർപ്പസ് ആണെങ്കിൽ നോ ആർട്ടിക്കിളും, ജനറൽ പർപ്പസ് അല്ലെങ്കിൽ ദായുമാണ് കൊടുക്കേണ്ടത്. ഒരു കുട്ടി സ്കൂളിലേക്ക് പഠിക്കാൻ പോയാൽ നോ ആർട്ടിക്കിൾ. ഒരു കുട്ടി സ്കൂളിലേക്ക് കച്ചറ കളിക്കാൻ പോയാൽ ദ എന്ന് കൊടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരാള് ഒരു 10 പവൻ കട്ടു, അയാളെ ജയിലിലാക്കി, അപ്പൊ നോ ആർട്ടിക്കിള്. എന്നാൽ ആ ജയിൽ പുള്ളിയുടെ ഭാര്യ അയാളെ ജയിലിക്ക് കാണാൻ പോകുമ്പോ ആ ഭാര്യ ജയിലിന്റെ മുൻപിൽ ദാ വെക്കണം. കാരണം ഭാര്യ കട്ടിട്ടല്ല പോണത്, ഈ ജയിൽ പുള്ളിയെ കാണാനാണ് പോണത്. ഞാന് എന്റെ കുട്ടിയുടെ പേരൻസ് മീറ്റിങ്ങിന് സ്കൂൾക്ക് പോകുമ്പോൾ ഞാൻ ദാ വെക്കണം. കാരണം ഞാൻ പഠിക്കാനല്ല പോകുന്നത്, ഞാൻ പേരൻസ് മീറ്റിങ്ങിനാണ് പോകുന്നത്. എന്നാൽ എന്റെ കുട്ടി സ്കൂൾക്ക് പോകുമ്പോ ഓൻ നോ ആർട്ടിക്കിൾ ആണ് വെക്കേണ്ടത്. കാരണം ഓൻ പഠിക്കാനാണ് പോകുന്നത്. നിങ്ങൾ അമ്പലത്തിലോട്ട് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അമ്പലത്തിന്റെ മുൻപിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോ ആർട്ടിക്കിൾ ആണ് വെക്കേണ്ടത്. എന്നാൽ അമ്പലത്തിൽ ആരെങ്കിലും കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദാ വെക്കണം. ഞാൻ പനിച്ചുകൊണ്ട് ആശുപത്രിക്ക് പോയാൽ ആശുപത്രിയുടെ മുൻപിൽ നോ ആർട്ടിക്കിൾ. എന്നാൽ ഞാൻ നേഴ്സിനെ കാണാനാണ് പോയതെങ്കിൽ ആ ആശുപത്രിയുടെ മുൻപിൽ ദാ വെക്കണം. ഈ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ഉദാഹരണമില്ല, ഈ പറയാനുമില്ല. നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ ബെഡില് 9 മണി വരെ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ബെഡിൽ കിടന്നുറങ്ങുന്നു. അപ്പൊ ഇവിടെ ഉറങ്ങാനാണ് ബെഡ് ഉപയോഗിച്ചത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നോ ആർട്ടിക്കിൾ ആണ്. നോ ആർട്ടിക്കിൾ. ഇനി 14ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 14ാമത്തെ ചോദ്യം, മൈ വൈഫ് വെന്റ് ടു ഡാഷ് ലാസ്റ്റ് വീക്ക് ടു സ്പീക്ക് അവർ സൺസ് ടീച്ചർ. എന്റെ പെണ്ണുങ്ങളെ, എന്റെ ഭാര്യ എങ്ങട്ടാ പോയത്? സ്കൂൾക്കാണോ? ദയർ സ്കൂൾക്കാണോ? ദ സ്കൂൾക്കാണോ? ഹെർ സ്കൂൾക്കാണോ? എന്തിനാ പോയത്? സൺസ് ടീച്ചർ. കണ്ട, കുട്ടീന്റെ ടീച്ചറുമായിട്ട് സംസാരിക്കാനാണ് എന്റെ ഭാര്യ പോയത്. അപ്പൊ ഭാര്യ സ്കൂൾക്ക് പോണത് പഠിക്കാനല്ല, ഓന്റെ വിവരങ്ങൾ അന്വേഷിക്കാനാണ്. അവനെ ഞാൻ സ്കൂൾക്ക് പറഞ്ഞേക്കണോ, ഓൻ പഠിക്കണോ, ഓൻ പഠിക്കണ്ടേ എന്നൊക്കെ തീരുമാനം എടുക്കാനാണ് ഭാര്യ പോണത്. കാരണം കുട്ടിയുടെ പ്രോഗ്രസ് അറിയണം, ടീച്ചറിൽ നിന്ന് ചോദിച്ചറിയണം. അല്ലാതെ ടീച്ചറെ എനിക്കും പഠിക്കണം, എന്റെ കുട്ടീന്റെ കൂടെ ഞാനും ക്ലാസ്സിൽ ഇരിക്കും, അങ്ങനെ ഇവിടെ ഭാര്യ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ആൻസർ സ്കൂളല്ല, ദയർ സ്കൂളല്ല. അപ്പൊ ആ സ്കൂളിന് മുൻപിൽ നമ്മൾ ദാ കൊടുക്കണം. ദ സ്കൂൾ എന്നാണ് നമ്മൾ പറയേണ്ടത്. കാര്യം ഭാര്യ സ്കൂളിലേക്ക് പോയത് ഭാര്യക്ക് പഠിക്കാനല്ല, ഭാര്യയുടെ മോന് പഠിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനാണ്. അതുകൊണ്ടാണ് ദ സ്കൂൾ എന്ന് പറഞ്ഞത്. ഇതാണ് 14ാമത്തെ ചോദ്യം. ഇനി 15ാമത്തെ ചോദ്യം, ഷീ ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്ലെയർ. ഇവിടെ നോക്ക്, ഇവിടെ യൂണിവേഴ്സിറ്റി ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് യു എന്നാണ് സൗണ്ട്, ആ എന്ന സൗണ്ട് അല്ല. ഇവിടെ നോക്കൂ, അംബ്രല്ല. ഇവിടെ യുക്ക് ആ എന്ന സൗണ്ട് ആണ്. അപ്പൊ ആൻ അംബ്രല്ല. അല്ലാതെ എന്റെ യുംബ്രല്ല അങ്ങോട്ട് കാട്ടിക്ക, എന്റെ യുംബ്രല്ല അങ്ങോട്ട് കൊണ്ട, ഇന്നലെ കൊണ്ടേക്കണില്ല എന്റെ യുംബ്രല്ല, ഈ മേലാക്കിന്റെ യുംബ്രല്ല അങ്ങ് തരൂല എന്നൊന്നും ഒരു കുട്ടി ഇന്നവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ അംബ്രല്ലക്ക് യു ആണെങ്കിലും സൗണ്ട് ആയാണ്, അതുകൊണ്ടാണ് അതിന്റെ മുമ്പിൽ ആന് വന്നത്. എന്നാൽ ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് യു ആണെങ്കിലും സൗണ്ട് യു തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് വരിക എ ആണ്. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി 16ാമത്തെ ചോദ്യം, ഡാഷ് ബാനിയൻ ഈസ് കൈൻഡ് ഓഫ് എ ഫിഗ് ട്രീ. അപ്പൊ ഒരുപാട് ട്രീകൾ ഉണ്ട്, അതിലൊരു ട്രീ ആണ് ബാനിയൻ എന്ന് പറയുന്നത്. അപ്പൊ ബാനിയൻ ട്രീനെ സ്പെസിഫൈ ചെയ്യാണ്. എങ്ങനത്തെ ട്രീന്ന്? ഫിഗ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദ ബാനിയൻ ഈസ് കൈൻഡ് ഓഫ് ഫിഗ് ട്രീ എന്നാണ് നമ്മുടെ ആൻസർ. യെസ് ഓർ നോ? മറന്നു പോകരുത്. ഇനി 17ാമത്തെ ചോദ്യം, ഡാഷ് വാർ നെവർ സോൾവ്സ് എനിത്തിങ് എന്നാണ്. ഡാഷ് വാർ നെവർ സോൾവ്സ് എനിത്തിങ്. ഇവിടെ വാർ എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ ഈ വാറിനെ ഒരിക്കലും ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. ഒരു യുദ്ധവും ഒന്നും പരിഹരിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് എ വാർ എന്നാണ് വരുന്നത്. ഇവിടെ വാറിനെ സ്പെസിഫൈ ചെയ്യുന്നില്ല, ഒരു പ്രത്യേക യുദ്ധം എന്ന് പറയുന്നില്ല, ഒരു വാറും ഒന്നും പരിഹരിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഓപ്ഷൻ സി എ ആണ് നമ്മുടെ ആൻസർ. ഇനി 18ാമത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് മിസ്റ്റർ ബജാജ് വാസ് ഡാഷ് വെരി ഫെസ്റ്റീഡിയസ് പേഴ്സൺ
who lived in dash small house with dash beautiful garden എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മുടെ ആൻസർ എന്തായിരിക്കും എന്നാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. നമ്മുടെ ആൻസർ എന്തായിരിക്കും? നമ്മുടെ ആൻസർ എന്തായിരിക്കും എന്നാണ് ഇവിടുത്തെ ചോദ്യം. പെട്ടെന്ന് പറയാം. ഡാഷ് മിസ്റ്റർ ബജാജ്, ഡാഷ് മിസ്റ്റർ ബജാജ് വാസ് വെരി ഫസ്റ്റീഡിയസ് പേഴ്സൺ ഹൂ ലിവ്ഡ് ഇൻ എ സ്മാൾ ഹൗസ് വിത്ത് ബ്യൂട്ടിഫുൾ ഗാർഡൻ. അപ്പൊ ഇവിടെ നോക്കും മിസ്റ്റർ, അതേപോലെ തന്നെ മിസ്സിസ്, ഇങ്ങനൊക്കെ വന്നാൽ അതിന്റെ മുൻപിൽ എ വരണം. അപ്പൊ എ മിസ്റ്റർ ബജാജ്. ഈ പേഴ്സണെ എന്ത് ചെയ്യാണ്? ഈ പേഴ്സണെ നമ്മൾ അഡ്ജക്റ്റീവ് പറയാണ്. അതാണ് ഫസ്റ്റീഡിയസ്. ആ ഫസ്റ്റീഡിയസിനെ ഒന്നും കൂടി വിശേഷിപ്പിക്കാണ് വെരി, അതും എ. മനസ്സിലായ? അപ്പൊ മിസ്റ്റർ ബജാജ് വാസ് എ വെരി ഫസ്റ്റീഡിയസ് പേഴ്സൺ ഹൂ ലിവ്ഡ് ഇൻ എ സ്മാൾ ഹൗസ് വിത്ത് ഏതാണ് വരിക? വിത്ത് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, വിത്ത് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. അപ്പൊ എല്ലാതും എ ആണ് വരിക. ഒരു എയുടെ ഇവിടെ ഷോർട്ട് ഉണ്ട്. അപ്പൊ എല്ലാതും എ ആണ് വരിക. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. യെസ് ഓർ നോ? അപ്പൊ മിസ്റ്റർ ബജാജ് വാസ് എ വെരി ഫസ്റ്റീഡിയസ് പേഴ്സൺ ഹൂ ലിവ്ഡ് ഇൻ എ സ്മാൾ ഹൗസ് വിത്ത് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ എന്നാണ് ഇവിടെ പറയേണ്ടത്. പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ 18ാമത്തെ ചോദ്യം വളരെ ഈസി ആയിട്ട് മനസ്സിലായല്ലോ. ഇനി 19ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. ഐ ബോട്ട് എ പെന്ന്, ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. ഞാൻ എപ്പോഴും പറഞ്ഞു, ആദ്യം ഒരു പെന്നിനെ പറ്റി പറഞ്ഞു. ആ പെന്നിന്റെ മുൻപിൽ നമ്മൾ എ കൊടുത്തു. വീണ്ടും അതേ പെന്നിനെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും പരാമർശിച്ചു. വീണ്ടും അതേ പെന്നിനെ പരാമർശിച്ചു. അപ്പൊ ഈ പെന്നിന് മുമ്പിൽ എന്ത് വേണം? ദാ വേണം. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ദാ. ഐ ബോട്ട് എ പെൻ, ദ പെൻ റൈറ്റ്സ് വെൽ എന്നുള്ളതാവും. ഈസി ആയിട്ട് നമുക്ക് ഉത്തരം എഴുതി പോരാം. 20ാമത്തെ ചോദ്യം നോക്കൂ. ആർ യു ലുക്കിംഗ് ഫോർ ഡാഷ് ഷാംപൂ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർ യു ലുക്കിംഗ് ഫോർ ഡാഷ് ഷാംപൂ? ഇങ്ങനത്തെ ചോദ്യം ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്? തെറ്റാറുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഇവിടെ നോക്ക്. ഒരു നല്ല ഉഷാറായ രണ്ട് മനുഷ്യന്മാര് അല്ലെ? ഇവന്റെ പേര് വാസു, ഇവളെ പേര് ലിസ അല്ലെ? ഈ വാസു എന്ന് പറഞ്ഞ ആള് സ്പീക്കറാണ്, ലിസ എന്ന് പറഞ്ഞ ആള് ലിസണറാണ്. മനസ്സിലായ? അപ്പൊ സംസാരിക്കുന്ന ആള് സ്പീക്കർ, അതായത് കേൾക്കുന്ന ആള് ലിസണർ. ഇത്രേ ഉള്ളൂ. അപ്പൊ വാസു ലിസയോട് ചോദിക്കാണ്, ആർ യു ലുക്കിംഗ് ഫോർ ഡാഷ് ഷാംപൂ? ഇവിടെ സ്പീക്കർക്കും ലിസണർക്കും, സ്പീക്കർക്ക് അറിയാം ഇവിടെ ഷാംപൂ ആണോ നോക്കുന്നത് എന്ന്, ലിസണർക്കും അറിയാം അതെ ഞാൻ ഷാംപൂ തന്നെയാണ് നോക്കുന്നത് എന്ന് ലിസണർക്കും അറിയാം. അപ്പൊ ഈ ചോദ്യത്തിൽ സ്പീക്കറുമുണ്ട് ലിസണറുമുണ്ട്. ഇവിടെ രണ്ടാമത്തെ ആളാരാ? ഷാംപൂ. അപ്പൊ ഈ ഷാംപൂവിന്റെ മുമ്പിൽ നമ്മൾ നിർബന്ധമായിട്ടും ദാ കൊടുക്കണം. ഇത്ര ഇവിടെ പറയാനുള്ളൂ. ഇവിടെ ആർ യു ലുക്കിംഗ് ഫോർ ഡാഷ് ഷാംപൂ? ഇവിടെ ഒരു സ്പീക്കറും ഉണ്ട്, ഒരു ലിസണറും ഉണ്ട് അല്ലെ? അപ്പൊ സ്പീക്കർ ചോദിക്കാണ് ലിസണറിനോട്, താങ്കൾ ഷാംപൂ ആണോ നോക്കുന്നത് എന്ന്. അപ്പൊ ആ ഷാംപൂ അവിടെ സ്പെസിഫൈ ചെയ്തതാണ്. കാരണം ചോദിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ആ ഒരു സംഭവം അറിയാം. ഇപ്പൊ ഞാൻ റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ എന്റെ റൂമിൽ ഒരാൾ വന്ന്, അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്ത്? ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കുമെന്ന്. അപ്പൊ എനിക്കറിയാം ലൈറ്റ് കത്തുന്നുണ്ട് എന്ന്, കേൾക്കുന്ന ആൾക്കും അറിയാം കത്തുന്നുണ്ട് എന്ന്. അപ്പൊ രണ്ടാൾക്കും ഈ വിഷയം അറിയാം. അപ്പൊ പ്ലീസ് ടേൺ ഓഫ് ദ ലൈറ്റ് എന്നാണ് പറയാ. മനസ്സിലായ? അതേപോലെ തന്നെ ആർ യു ലുക്കിംഗ് ഫോർ ഡാഷ് ഷാംപൂ? അപ്പൊ ലിസണർ എന്തോ തിരയുന്നുണ്ട്, സ്പീക്കർ അത് കാണുന്നുണ്ട്. അപ്പൊ സ്പീക്കർ ചോദിക്കണം, ആർ യു ലുക്കിംഗ് ഫോർ ദ ഷാംപൂ? താങ്കൾ ഷാംപൂ ആണോ തിരയുന്നത്? അപ്പൊ ലിസണർക്കും സ്പീക്കർക്കും ആ വിഷയം വ്യക്തമായിട്ട് അവിടെ പരിചയമുണ്ട്. അപ്പൊ ഈ ചോദ്യത്തിൽ ലിസണറും സ്പീക്കറും ഉണ്ടായത് കൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് ദാ നമ്മൾ കൊടുക്കണം എന്നാണ് ഇവിടെ പറയാനുള്ളത്. 21ാമത്തെ ചോദ്യം. ഉത്തർപ്രദേശ് ഈസ് ഡാഷ് മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇവിടെ നമ്മൾ നോക്കുക, തുടക്കം മോസ്റ്റ് എന്ന് വന്നു. മോസ്റ്റ് വന്നാൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്ന് ഞാനിവിടെ ഒരുപാട് തവണ പറഞ്ഞു. എല്ലാ സൂപ്പർലേറ്റീവ് ഡിഗ്രിന്റെ മുൻപിലും നമ്മൾ ദാ കൊടുക്കണം. ESTയും മോസ്റ്റുമാണ് അതിന്റെ നിയമം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ദാ എന്ന ഉത്തരമാണ്. ഇനി 22ാമത്തെ ചോദ്യം നോക്ക്. I only have half dash hour break to finish off my work. ഇവിടെ H ആണ്. ഈ H എന്തല്ല മക്കളെ? ഈ H സൈലന്റ് അല്ല.
എന്നാൽ ഇതിലുള്ള എച്ച് സൈലന്റ് ആണ്. ഇതാണ് പറഞ്ഞത്. മനസ്സിലായ? സൈലന്റ് അല്ലാതാവുമ്പോൾ ഹ എന്ന സൗണ്ട് ആണ് ഇവിടെ വരിക. എന്നാൽ ഇവിടുത്തെ സൗണ്ട് ആ എന്ന സൗണ്ട് ആണ് വരിക. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത്? ഓപ്ഷൻ ഡി ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എ ഹാഫ് അതേപോലെ തന്നെ ആൻ അവർ എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി 23ാമത്തെ ചോദ്യം നോക്കൂ. തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ഡാഷ് കബനി റിവർ. ഇവിടെ കബനി റിവറിന്റെ മുമ്പിലാണ് ഡാഷ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ നെയിംസ് ഓഫ് റിവേഴ്സിന്റെ കൂടെയും നെയിംസ് ഓഫ് റിവേഴ്സിന്റെ മുൻപിൽ നിങ്ങൾ ദ കൊടുക്കണം. ദ ഗംഗ, ദ യമുന, ദ കാവേരി, ദ പമ്പ, ദ നൈല്. റിവറുടെ പേര് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് ദ കൊടുക്കണം. അപ്പൊ ഇവിടെ റിവറിന്റെ പേര് കബനിയാണ്. അപ്പൊ ഈ കബനിന്റെ മുൻപിൽ നമ്മൾ ദ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതാണ് 23ാമത്തെ ചോദ്യം. 24 റിച്ചാർഡ് ഈസ് ഡാഷ് ഓണസ്റ്റ് പേഴ്സൺ. ഒരുപാട് തവണ ആവർത്തിച്ച് ഞാൻ ഇങ്ങനെ തന്നെ ഇടാൻ കാരണം ഇതിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. ഈ അടുത്ത കാലത്ത് നടന്ന പരീക്ഷയ്ക്കൊക്കെ ഇതിന്ന് വന്നു. ഇതിൽ ഇമ്പോർട്ടന്റ് ഉണ്ട് എന്ന് അറിയിക്കാനാണ് വീണ്ടും ആ ചോദ്യം ഇങ്ങനെ ഇടുന്നത്. വ്യത്യസ്ത പരീക്ഷകൾക്ക് PS ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഈ എച്ച് എന്താണ്? സൈലന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ആന് കൊടുക്കണം. അപ്പൊ ഉത്തരം ആൻ ആണ് നമ്മുടെ ആൻസർ. ഇനി 25ാമത്തെ ചോദ്യം നോക്കൂ. വി എൻജോയ്ഡ്. ഞങ്ങൾ എൻജോയ് ചെയ്തു. എന്ത് ഫണ്ണ്. അപ്പൊ ഈ ഫണ്ണിനെ ഇവിടെ സ്പെസിഫൈ ചെയ്യാണ്. ഞങ്ങൾ എൻജോയ് ചെയ്തു. എന്ത് ഫണ്ണ്. അപ്പൊ ഇവിടെ ഫണ്ണിന് സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ ഫണ്ണിന്റെ മുൻപിൽ ദാ കൊടുക്കണം. വി എൻജോയ്ഡ് ദ ഫൺ എന്നാണ് പറയുക. എ ഫണ്ണ്, ആന് ഫണ്ണ്, ഫോർ ഫണ്ണ് എന്നൊന്നും പറയരുത്. വി എൻജോയ്ഡ് ദ ഫൺ എന്നുള്ള ഉത്തരമാണ് വരിക. 26ാമത്തെ ചോദ്യം. അമേരിക്ക ഈസ് ഡാഷ് റിച്ചസ്റ്റ് കൺട്രി. നമുക്കറിയാം ഇവിടെ റിച്ചസ്റ്റ് എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ EST വന്നു കഴിഞ്ഞാൽ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആവുമ്പോൾ നമ്മൾ ദാ കൊടുക്കണം എന്ന് ഒരുപാട് തവണ പറഞ്ഞു. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ദായാണ്. ഇത്രയേ ഉള്ളൂ. 27ാമത്തെ ചോദ്യം നോക്കൂ. ശ്രീലങ്ക ഈസ് ഡാഷ് ഐലൻഡ്. ഇവിടെ ഐലൻഡ് ആണ്. ശ്രീലങ്ക എത്ര ഐലൻഡ് ആണ്? ഒരു ഐലൻഡ് ആണ്. ശ്രീലങ്ക എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആണ്. ഒരു ദ്വീപിനാൽ ചുറ്റപ്പെട്ടതല്ല ശ്രീലങ്ക, ഒരൊറ്റ ഐലൻഡ് ആണ്. അപ്പൊ ഇവിടെ ഐലൻഡിന് എന്ത് സൗണ്ട് ആണത്? ഐ എന്ന സൗണ്ട് ആണ്. ആ 9 സൗണ്ടിൽ പെട്ടതാണ് ഐ എന്നുള്ളത്. 9 സൗണ്ടിൽ പെട്ടതാണ്. അഥവാ ഐ എന്നതിനെ നമ്മൾ ഐ എന്നും വിളിക്കും, ഇ എന്നും പറയും. ആ 9 പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ആനാണ്. ഇതാണ് 27ാമത്തെ ചോദ്യം. ഇനി 28ാമത്തെ ചോദ്യം. ദ വുമൺ യു സോ വിത്ത് മീ യെസ്റ്റർഡേ. എന്റെ കൂടെ നീ ഇന്നലെ കണ്ട പെണ്ണ് ഡാഷ് ഓൺ ഓഫ് മൈ എന്നാണ്. എന്റെ ഒരു ആന്റിയാണ്. അപ്പൊ ഓണ്ട് എന്ന് പറയുമ്പോ ആ എന്ന സൗണ്ട് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഒരുപാട് ആന്റിമാരുണ്ട്. അതിലൊരു ആന്റിയാണ് ഇന്നലെ എന്റെ കൂടെ കണ്ട സ്ത്രീ. അപ്പൊ സംശയവുമില്ല. അപ്പൊ നമ്മുടെ ആൻസർ ആൻ ആണ്. വേറെ ആരും ഒരു സംശയം വേണ്ട. ആൻ ഓൺ ഓഫ് മൈൻ എന്നാണ് പറയുക. 29ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. ഓൺ ദ വേ ടു എയർപോർട്ട് വി മെറ്റ് ഡാഷ് വൺ ഐഡ് മാൻ. ഇവിടെ ഡാഷ് കഴിഞ്ഞിട്ട് 1 എന്നാണ് വന്നത്. വൺ ഐഡ് മാൻ. ഇവിടെ സൗണ്ട് എന്നുള്ളത് വാ എന്നാണ്, അല്ലാതെ ഒന്ന് എന്ന് പറയില്ല. വൺ ഐഡ് മാൻ ഇന്ന് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. ONE എന്നാണെങ്കിലും അതിനെ വാ എന്നാണ് നമ്മൾ ഉച്ചരിക്കുക. വാ നമ്മുടെ 9 സൗണ്ടിൽ ഇല്ല മക്കളെ. അതുകൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് വരിക എ വൺ ഐഡ് മാൻ എന്നാണ് വരിക. ഇനി 30ാമത്തെ ചോദ്യം നോക്ക്. മിസ്റ്റർ ഡാനി ഈസ് ഡാഷ് യൂറോപ്യൻ എന്നാണ് പറയുക. മിസ്റ്റർ ഡാനി ഈസ് ഡാഷ് യൂറോപ്യൻ എന്നാണ് പറയുക. ഇവിടെ നോക്ക്. ഇവിടെ യൂറോപ്യൻ എന്നാണ്. ഇവിടെ യൂറോപ്യൻ എന്നുള്ളത് യു എന്നാണ്. യു കണ്ട, ഇ ആണെങ്കിലും യു എന്ന സൗണ്ട് ആണ് ഉള്ളത്. ആ യു എന്ന സൗണ്ട് 9 സൗണ്ടിൽ പെട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് വരിക? എ യൂറോപ്യൻ എന്നാണ് വരിക. മനസ്സിലാക്കുക. 31ാമത്തെ ചോദ്യം. when dash ടൈറ്റാനിക് വാസ് ക്രോസിംഗ് ഡാഷ് അറ്റ്ലാന്റിക്. നിങ്ങളോട് പറയണം എന്ത് പറഞ്ഞ സമുദ്രത്തിന്റെ പേര് പറയുകയാണെങ്കിൽ ഓഷ്യന്റെ പേര് പറയുമ്പോഴും അതേപോലെ തന്നെ കപ്പലിന്റെ പേര് പറയുമ്പോഴും, അതായത് ഷിപ്പ്, അതേപോലെ തന്നെ നെയിംസ് ഓഫ് ഓഷ്യൻ,
നെയിംസ് ഓഫ് ഓഷ്യൻ, നെയിംസ് ഓഫ് ഓഷ്യൻ, അതേപോലെ തന്നെ നെയിംസ് ഓഫ് ഷിപ്സ്. ഇതിന്റെ പേരൊക്കെ പറയുമ്പോൾ നമ്മൾ ദാ നിർബന്ധമായിട്ട് കൊടുക്കണം. ടൈറ്റാനിക് ഒരു ഷിപ്പാണ്, അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. അപ്പൊ നമ്മൾ രണ്ടിടത്തും ദാ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ദാ എന്നാണ്. When the Titanic was crossing the Atlantic, she struck an iceberg. ഇവിടെ ഷീ എന്ന് പറയുന്നത് ടൈറ്റാനിക്കിനെയാണ് ഷീ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഷീ എന്നുള്ളത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വല്ല പ്രത്യേകതയും മൃഗങ്ങൾക്കോ വസ്തുക്കൾക്കോ ചാർത്തി കൊടുക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ഇവിടെ ടൈറ്റാനിക്കിനെ ഷീ എന്ന് വിളിച്ചു. ടൈറ്റാനിക് എന്നുള്ളത് ഒരു തിങ് ആണ്, നിങ്ങൾക്ക് അറിയാം. അതിനെ മനുഷ്യന്റെ പ്രോനൗൺ ആയ ഷീ എന്ന് കൊടുത്തപ്പോൾ അത് പേഴ്സോണിഫിക്കേഷൻ ആയി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇത് പേഴ്സോണിഫിക്കേഷൻ ആണ്. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷില് പോയത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇവിടെ രണ്ടിടത്തും തായാണ്. 32ാമത്തെ ചോദ്യം, ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ഡാഷ് ആക്സിഡന്റ്. ഇവിടെ ആക്സിഡന്റ് നടന്നു, ആക്സിഡന്റ് കഴിഞ്ഞതാണ്. അപ്പൊ ആ ആക്സിഡന്റിനെ സ്പെസിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ആൻസർ ദ ആക്സിഡന്റ് എന്നാണ് പറയാ. ഹാവ് യു ടോൾഡ് ഹിം അബൌട്ട് ദ ആക്സിഡന്റ്. അപ്പൊ ഒരു ആക്സിഡന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്, ആ ആക്സിഡന്റിന് അവിടെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ മുൻപിൽ ദാ കൊടുത്തു. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 33ാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് രാജധാനി ഈസ് വൺ ഓഫ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻസ് ഇൻ ഇന്ത്യ. നമുക്കറിയാം രാജധാനി. ഇവിടെ പറയാനുള്ളത് നെയിംസ് ഓഫ് ട്രെയിൻ, അതേപോലെ തന്നെ എയർ അല്ലെ, വിമാന കമ്പനിയുടെ പേര്, അതേപോലെ ട്രെയിനിന്റെ പേര്. ഇവിടൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ദാ വെക്കണം. വിമാന കമ്പനി, ട്രെയിൻ, ഇതിന്റെ മുമ്പിലൊക്കെ നമ്മൾ ദാ കൊടുക്കണം. അപ്പൊ രാജധാനി എന്നുള്ളതും നിസാമുദ്ദീൻ എക്സ്പ്രസ്, രാജധാനി എക്സ്പ്രസ്, ഇതൊക്കെ ഒരു ട്രെയിനിന്റെ പേരാണ്. പിന്നെ ഫാസ്റ്റസ്റ്റ് എന്നുള്ള ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഇവിടെ ഉണ്ട്. അപ്പൊ രണ്ടിടത്തും നമ്മൾ ദാ വെക്കണം. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 34ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മ റിട്ടൺ ബൈ സി.വി. രാമൻ പിള്ളൈ. മാർത്താണ്ഡവർമ്മ എന്ന പുസ്തകം റിട്ടൺ ബൈ എന്താണ്? മാർത്താണ്ഡവർമ്മ റിട്ടൺ ബൈ സി.വി. രാമൻ പിള്ളൈ ഈസ് ഡാഷ് ഹിസ്റ്റോറിക്കൽ നോവൽ എന്നാണ്. ഇവിടെ ഹിസ്റ്റോറിക്കൽ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഹിസ്റ്റോറിക്കൽ എന്നുള്ള ഈ എച്ച് എന്തല്ല, സൈലന്റ് അല്ല. ഹി എന്നാണ് ഇവിടുത്തെ സൗണ്ട്. ഇതൊരു സൈലന്റ് അല്ലാത്തത് കൊണ്ട് നമ്മുടെ ആൻസർ എ ആണ്. മനസ്സിലായ? എ ഈസ് എ ഹിസ്റ്റോറിക്കൽ നോവൽ എന്നാണ് ഇവിടെ പറയേണ്ടത്. നമ്മൾ എ ഹിസ്റ്റോറിക്കൽ നോവൽ ആണ് ഇവിടെ പറയേണ്ടത്. 35ാമത്തെ ചോദ്യം, ഡാഷ് കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ. ഇവിടെ കൗ എന്നാണ്. ഇവിടെ നമ്മൾ എ വെച്ചു കൊടുത്താൽ എ കൗ എന്നാവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എ വെച്ചു കൊടുത്താൽ എ കൗ എന്നാവും. എ കൗ എന്ന് പറഞ്ഞാൽ ഒരു പശു. അപ്പൊ അർത്ഥം നോക്കൂ, ഒരു പശു യൂസ്ഫുൾ ആയ അനിമൽ ആണ് എന്നാവും. അവിടെ എ വെച്ച് കഴിഞ്ഞാൽ ഒരു പശു യൂസ്ഫുൾ ആയ അനിമൽ എന്നാവും. അപ്പോൾ ഒരു ചോദ്യം വരും, എങ്കിൽ അത് ആരുടെ പശു? കുമാരേട്ടന്റെ ആണോ, രാജേട്ടന്റെ ആണോ, ബാലന്റെ ആണോ, മനോജിന്റെ ആണോ, ഷംസുദ്ദീന്റെ ആണോ? അറിഞ്ഞാട് കൊടുക്കേണ്ടി വരും. അപ്പൊ കുടുങ്ങും. അപ്പൊ ഒരു പശു മാത്രം നല്ലതും ബാക്കിയുള്ള പശു മുഴുവൻ മോശക്കാരും നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ബാക്കിയുള്ള പശു മുതലാളിമാരൊക്കെ ഇളകി വരൂലേ, എന്താ ഞങ്ങളെ പശുവിന് കുഴപ്പമെന്ന്. അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ പശു സമുദായം മൊത്തമാകണം. അപ്പൊ ആ പശു സമുദായം മൊത്തം ആകണമെങ്കിൽ, പൂർണ്ണമായും പശു സമുദായം ആകണമെങ്കിൽ അതിന്റെ മുൻപിൽ നമ്മൾ ദാ വെച്ചെടുത്താൽ മതി. അപ്പൊ ദ കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ എന്നാണ് നമ്മൾ വരിക. അപ്പൊ പശുക്കൾ എന്താണ്? യൂസ്ഫുൾ ആയ അനിമൽ ആണ്. അപ്പൊ അവിടെ യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ പശു സമുദായം മൊത്തമായി. ഇതാണ് 35. ഇനി 36ാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് മദർ വുഡ് ലൈക്ക് ടു സീ യു. ഇവിടെ മദറാണ്. ഈ മദർ എന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛൻ അമ്മ ഇങ്ങനത്തെ റിലേഷൻ പറയുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ആൻസർ നോ ആർട്ടിക്കിൾ ആണ്. അച്ഛൻ അമ്മ എന്ന റിലേഷൻ പറയുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നോ ആർട്ടിക്കിൾ ആണ്. മനസ്സിലാക്കുക, ജസ്റ്റ് അങ്ങനെ ഓർത്തിച്ചാൽ മതി. അടുത്ത എവ്രി വൺ റെസ്പെക്ട്സ് ഡാഷ് ഓണസ്റ്റ് മാൻ. വീണ്ടും ചോദിക്കുന്നു. ഇവിടത്തെ എച്ച് എന്നുള്ളത് സൈലന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ആന് കൊടുക്കണം. ഉത്തര ഓപ്ഷൻ ബി ആണ്. 39ാമത്തെ ചോദ്യം, യെസ്റ്റർഡേ ഐ മെറ്റ് ഡാഷ് ഓൾഡ് മാൻ. ഇവിടെ ഓൾഡ് മാൻ എന്നാണ്.
ഓൾഡ് മാൻ എന്നാവുമ്പോ ഇവിടെ ഓ എന്നാണ് സൗണ്ട്. ആ ഓ എന്ന സൗണ്ട് 9 സൗണ്ടിൽ പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആൻ ആണ് കൊടുക്കേണ്ടത്, ആന്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻ ഓൾഡ് മാൻ എന്നുള്ള ആൻസർ ആണ് വരേണ്ടത്. ഇനി 40ാമത്തെ ചോദ്യം, ഹി ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്. ഇവിടെ യൂണിവേഴ്സിറ്റി എന്നുള്ളത് യു എന്ന സൗണ്ട് ആണ്. യു എന്ന സൗണ്ട്, യു എന്ന സൗണ്ട് ആവുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്. ഹി ഈസ് എ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് എന്നാണ് പറയുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി 41ാമത്തെ ചോദ്യം, ഡസ് ഹെർ നെയിം ബിഗിൻ വിത്ത് എഫ്? അല്ലെ, ബിഗിൻ വിത്ത് എഫ്, ബിഗിൻ വിത്ത് എഫ്. ഈ എഫ് നമ്മൾ എങ്ങനെ പറയുന്നത്? മലയാളത്തിൽ ഇതിലെ എഫ് ഇങ്ങനെയല്ലേ? അവിടെ എ എന്ന സൗണ്ട് ഇല്ലേ? നമുക്കറിയാം എ നമ്മൾ എങ്ങനെ മലയാളത്തിൽ എഴുതി? എ. ബി എന്നെങ്ങനെ നമ്മുടെ മലയാളത്തിൽ എഴുതി? ബി. സി എന്നെങ്ങനെ നമ്മുടെ മലയാളത്തിൽ എഴുതി? സി. ഡി എന്നെങ്ങനെ എഴുതിയത്? ഡി. എ ബി സി ഡി. ഇ, എഫ്, അതേപോലെ തന്നെ ജി, അതേപോലെ തന്നെ എച്ച്, ഇങ്ങനല്ലേ ഇതാ? ഐ, ജെ, കെ, എൽ, കണ്ട ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക? അപ്പൊ ആ 9 സൗണ്ടിൽ പെടുന്നുണ്ടെങ്കിൽ ആൻ എ, എ ബി, എ സി, എ ഡി, ആൻ ഇ, ആൻ എഫ്. കാരണം എ എന്നൊരു സൗണ്ട് വന്നു. അല്ലാതെ ഫ് 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 എന്ന് പറയോ? ഒരിക്കലും ഇല്ല. അപ്പൊ ആൻ എഫ്, എ ജി, ആൻ എച്ച്, ആൻ ഐ, എ ജെ, എ കെ, ആൻ എൽ, അങ്ങനെ വരും. അപ്പൊ ഇവിടെ എഫ് എന്നാണ്. എഫ് എന്ന് വരുമ്പോ ആന് കൊടുക്കണം. അപ്പൊ ഡസ് ഹെർ നെയിം ബിഗിൻ വിത്ത് ആൻ എഫ് എന്നാണ് പറയേണ്ടത്. ഇത് PSC ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ആൻ എഫ് എന്നാണ് ഇവിടെ ആൻസർ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. എ മുതൽ സെഡ് വരെ എഴുതുക, എന്നിട്ട് അതിന്റെ മലയാളം എഴുതുക, എന്നിട്ട് ആ 9 സൗണ്ടിൽ പെടുന്നുണ്ടെങ്കിൽ ആനും, 9 സൗണ്ടിൽ പെടുന്നില്ലെങ്കിൽ എയും. ഇത്രയേ ഉള്ളൂ. അത്ര ആലോചിച്ചാൽ മതി. ഇനി 42ാമത്തെ ചോദ്യം, ഹി ഈസ് ഡാഷ് ഓണറബിൾ മാൻ. ഇവിടെ എച്ച് എന്താണ്? സൈലന്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ച് വീണ്ടും പറയാണ്, സൈലന്റ് ആണ്. അപ്പൊ ഇവിടെ ആന് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ടൊന്ന് സ്പീഡ് ആക്കണം. ആന്. 43ാമത്തെ ചോദ്യം നോക്കൂ, ഐ സോ ഡാഷ് വൺ ഐഡ് മാൻ. ഇവിടെ വൺ ആണ്. ഇവിടെ വണ്ണ് എന്ന് പറയുമ്പോ വാ എന്ന സൗണ്ട് ആണ്. വാ എന്ന സൗണ്ട് 9 സൗണ്ടിൽ പെട്ടിട്ടില്ല. അപ്പൊ എ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ എ ആണ്. ഇനി 44ാമത്തെ ചോദ്യം നോക്കൂ, ദ ഗംഗ ഈസ് ഡാഷ് റിവർ. ദ ഗംഗ നെയിംസ് ഓഫ് റിവറിന്റെ മുൻപിൽ ദാ നിർബന്ധമാണ്. അവിടെ ദാ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗംഗ എന്താണ്? ഒരു നദിയാണ്. അപ്പൊ ഇനിയും നദികളുണ്ട്. ഗംഗയെ പോലെ കാവേരിയും പമ്പയും യമുനയൊക്കെ നദികളാണ്. അതിൽപ്പെട്ടൊരു നദിയാണ് ഗംഗ. അപ്പൊ ഗംഗ എന്ന പേര് പറഞ്ഞപ്പോൾ നമ്മൾ ദാ നിർബന്ധമായിട്ട് കൊടുക്കണം. അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഗംഗ ഒരു റിവറാണ്. അപ്പൊ എ റിവർ എന്നാണ് പറയാ. എ റിവർ. അല്ലാതെ ഈസ് ദ റിവർ എന്ന് പറഞ്ഞ ഞങ്ങളെ മാർക്ക് പോകും. ഇവിടെ ദാ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ മാർക്ക് പോകും. ദാ കൊടുക്കല് ആ റിവറിന്റെ പേരിന്റെ മുൻപിലാണ്, റിവറിന്റെ മുൻപിലല്ല. നെയിംസ് ഓഫ് റിവറിന്റെ മുൻപിലാണ് ദ യമുന, ദ ഗംഗ, ദ കാവേരി, ദ നൈൽ, അതിന്റെ മുമ്പിലാണ് ദാ. റിവർ പറയുമ്പോ ദാ കൊടുക്കരുത്, എ ആണ് കൊടുക്കുക. അപ്പൊ നമ്മുടെ ആൻസർ എ ആണ്. ഇനി 45ാമത്തെ ചോദ്യം, ഹി ഈസ് ഡാഷ് യൂറോപ്യൻ. ഇവിടെ യു എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? യു. ഇ ആണെങ്കിലും യു എന്ന സൗണ്ട് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. 9 സൗണ്ടിൽ പെടാത്ത സൗണ്ട് ആണ് യു. അപ്പൊ നമ്മൾ പറയേണ്ടത് എ യൂറോപ്യൻ എന്നാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 46ാമത്തെ ചോദ്യം നോക്കൂ, ഹി ഈസ് ഡാഷ് MLA ഫ്രം കർണാടക. കർണാടകക്ക് ഒരു MLA ഉണ്ടാവുള്ളൂ. കർണാടകക്ക് കർണാടകയിൽ ഒരു MLA ഉണ്ടാവും. കർണാടകയിൽ എന്താണ്? ആ കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ ഒരു MLA ഉണ്ടാവുള്ളൂ. അപ്പൊ ഹി ഈസ് ആൻ MLA ഫ്രം കർണാടക എന്ന് പറയുമ്പോൾ ഇവിടെ എ എന്ന സൗണ്ട് ആണ് ഇവിടെ വരുന്നത്. എ എന്ന സൗണ്ട്. അപ്പൊ ആൻ MLA എന്നാണ് പറയാ. ആൻ MLA. ഇവിടെ യാതൊരു സ്പെസിഫിക്കേഷനും ഇല്ല. 47ാമത്തെ ചോദ്യം നോക്ക്, ഡാഷ് ബൈബിൾ ഈസ് ദ ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ്. ഇവിടെ ബൈബിള് നിങ്ങളെ മനസ്സിലാക്കണം. എന്ത്? ഹോളി ബുക്സ്. ഹോളി ബുക്സിന് മുൻപിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഹോളി ബുക്സിന് മുൻപിൽ നമ്മൾ നിർബന്ധമായിട്ടും ദാ കൊടുക്കണം. അത് ഖുറാനായാലും, അതേപോലെ തന്നെ രാമായണായാലും, അതേപോലെ തന്നെ ഭഗവത്ഗീത ആയാലും, ഏത് ഹോളി ബുക്സ് ആയാലും നമ്മൾ നിർബന്ധമായിട്ടും ദാ വെക്കണം.
അപ്പൊ ദ രാമായണ, ദ ഖുറാൻ, ദ ഭഗവത്ഗീത, ദ ബൈബിൾ, അങ്ങനെ ഹോളി ബുക്സിന് മുൻപിലൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ദാ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ദാ എന്നാണ് വരിക. 48ാമത്തെ ചോദ്യം നോക്കൂ. യെസ്റ്റർഡേ ഐ സോ ഡാഷ് 1. കണ്ട, വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് 1. വാ എന്ന സൗണ്ട് ആണ്. വാ എന്നാവുമ്പോ എ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ എ 1 ബെഗർ ഇൻ മൈ ഡ്രീം എന്നാണ് വരിക. 49ാമത്തെ ചോദ്യം നോക്കൂ. The girl was wearing dash yellow frock with red frills at the cuffs. ഇവിടെ യെല്ലോ എന്നാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയുള്ളൂ. EWEU എന്നാണ് വായിക്കുക. അതേപോലെ YEAR ഇയർ എന്നാണ് വായിക്കുക. അതേപോലെ തന്നെ യെല്ലോ എന്നാണ് വായിക്കുക. യെല്ലോ. അതേപോലെ തന്നെ വീജ എന്നാണ് വായിക്കുക. നമ്മൾ വീജ ബോർഡ് അറിയില്ലേ? നമ്മൾ പല ആൾക്കാരും ഓജാ ബോർഡ് എന്നാ പറയാ. വീജ എന്നാണ് സൗണ്ട്. അപ്പൊ EW എന്നല്ല, യൂവ്. YEAR ഇയർ എന്നാണ്. ഇയർ. YEWLOW യെല്ലോ. യാ. അതേപോലെ ഓജ ബോർഡ് വീജ എന്നാണ്. വീജ. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എ കൊടുക്കണം. പറഞ്ഞത് മനസ്സിലായോ? യെസ് ഓർ നോ? അവിടെ എ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ദ ഗേൾ വാസ് വെയറിംഗ് എ യെല്ലോ ഫ്രോക്ക്, എ യൂവ്, എ ഇയർ, എ യെല്ലോ, എ വീജ ബോർഡ്. അങ്ങനെയാണ് ഇവിടെ പറയുക. അപ്പൊ നമ്മുടെ ആൻസർ എ ആണ്. നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇനി 50ാമത്തെ ചോദ്യം. ദ പോലീസ് ഹാഡ് നോട്ടീസ്ഡ്. ഇത് ഈ കഴിഞ്ഞ LP പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ദ പോലീസ് ഹാഡ് നോട്ടീസ്ഡ് ഡാഷ് വിമൺ എൻറ്ററിംഗ് ദ റൂം വിത്തൗട്ട് പെർമിഷൻ. ഇന്ന് ആ പരീക്ഷയ്ക്ക് ഇത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കാതെ തെറ്റിച്ചിട്ടുണ്ട്. ഇവിടെ പല ആൾക്കാർ എ കൊടുത്തിട്ടുണ്ട്. എ തെറ്റാണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്നാണ് അർത്ഥം. ആന് എന്ന് പറഞ്ഞാലും 1 എന്നാണ് അർത്ഥം. ഇവിടെ നമുക്ക് നോക്കുക. വുമൺ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. എന്നാൽ വുമണിനെ നമ്മൾ വിമൺ എന്നാക്കിയാൽ അത് പ്ലൂരല്. അപ്പൊ ഇവിടെ EN ആണ്. ഇത് പ്ലൂരലാണ്. ഇത് പ്ലൂരലാന്ന് ഉറപ്പാണ്. പ്ലൂരൽ അല്ല. EN വന്നാൽ അത് പ്ലൂരലാണ്. അപ്പൊ അന്ന് ഈ ടീച്ചർ UPSA പരീക്ഷയിൽ LPSA പരീക്ഷയിൽ വന്ന ചോദ്യമാണത്. അന്ന് പല ടീച്ചേഴ്സും EN ശ്രദ്ധിച്ചില്ല. വിമൺ എന്നുള്ളത് എ അല്ലേ എന്ന് വിചാരിച്ച് ഒരുപാട് ആൾക്കാർ എ എഴുതിപ്പോയി. എ തെറ്റാണ്. കാരണം പ്ലൂരലിന്റെ മുമ്പിൽ എ വെക്കാൻ പറ്റില്ല. കാരണം എ 1 എന്നാണ് അർത്ഥം. വിമൺ എന്ന സ്ത്രീകൾ എന്നാണ് അർത്ഥം. അപ്പൊ ആനും പറ്റൂല എന്ന് ഉറപ്പായി. അപ്പൊ നമ്മൾ വെക്കേണ്ടത് ഇവിടെ ഏതായിരുന്നു? ദ വിമൺ. പ്ലൂരലിന്റെ കൂടെ ദ വെക്കാം, വിരോധമില്ല. അപ്പൊ ദ പോലീസ് ഹാഡ് നോട്ടീസ്ഡ് ദ വിമൺ എൻറ്ററിംഗ് ദ റൂം വിത്തൗട്ട് പെർമിഷൻ. അന്ന് ഈ കഴിഞ്ഞ LPSA പരീക്ഷയ്ക്ക് ഒരുപാട് ടീച്ചേഴ്സ് എന്ത് ചെയ്തു? എ എന്ന് എഴുതി. അവര് ഈ EN ശ്രദ്ധിച്ചില്ല. ചില ആളുകൾ ബബിള് ചെയ്തതിന്റെ ശേഷമാണ് ശ്രദ്ധിച്ചത്. ചില ആളുകൾ കണ്ടപ്പോത്തിന് എ ഇതിന് കഴിഞ്ഞു, സ്പെസിഫിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് കുട്ടികൾ ടെലഗ്രാമിൽ എന്നോട് ചോദിച്ചു, ആൻസർ കീ ദാ ഇട്ടിട്ടും ടെലഗ്രാമിലൂടെ ചോദിക്കുകയാണ് ചില കുട്ടികൾ, സാർ അവിടെ എ അല്ലേ വരിക? ഞങ്ങളൊക്കെ എ ആണല്ലോ കൊടുത്തത്, പിന്നെ സാർ എന്താ ആൻസർ കീയിൽ ദാ കൊടുത്തു? അവിടെയാണ് എനിക്ക് പറയാനുള്ളത്, മക്കളെ കൊടുക്കായിരുന്നു, എ കൊടുക്കായിരുന്നു. വിമൺ എന്നാണെങ്കിൽ AN ആണെങ്കിൽ കൊടുക്കായിരുന്നു, AN ആണെങ്കിൽ. പക്ഷെ മക്കളെ വന്നത് EN ആണ്. EN വന്നാൽ വുമൺ എന്നതിന്റെ പ്ലൂരലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ദാ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് 50ാമത്തെ ചോദ്യം. അപ്പൊ ഫസ്റ്റ് PYQ സീരീസിൽ 50 ആർട്ടിക്കിളിന്റെ ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ കണക്റ്റഡ് ഫാക്ട് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നെ കേൾക്കുന്ന കേരളത്തിലെ ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഇനി വരുന്ന LDC പരീക്ഷകൾക്കും ഇനി വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ഈ റേഞ്ചിൽ തന്നെയാണ് ചോദ്യം വരിക. അത് 100% ഗ്യാരണ്ടി. ഇതിന്റെ കാരണം, ഇവിടെ എ കൊടുക്കാൻ കാരണം, ഇവിടെ ആന് കൊടുക്കാൻ കാരണം, ഇവിടെ എന്തിനാണ് ഞാൻ ദാ കൊടുത്തത് എന്നുള്ളൊരു തിരിച്ചറിവ് പരീക്ഷ ഹാളിൽ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഇനി സ്റ്റുഡൻസ് കോർണർ ആണ്. സ്റ്റുഡൻസ് കോർണർ ഒരു ടാർഗറ്റ്, ഒരു ടാസ്ക് നിങ്ങൾക്ക് തരികയാണ്. ഒരു 5 ചോദ്യം. ഈ 5 ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ
കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായവും നിങ്ങൾ കമന്റ് ചെയ്യണം. നമ്മളിപ്പോ തുടങ്ങുന്ന ചാനലാണ്, ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. എല്ലാം നമ്മളത് ക്ലിയർ ചെയ്യും. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, കോണ്ടന്റ് കിട്ടുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ വഴിയെ എല്ലാം ക്ലിയർ ആക്കും. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ തുടങ്ങിയ ഒരു കാര്യമായത് അപ്പൊ ഉള്ള സൗകര്യങ്ങളെ ഉള്ളൂ. ആ സൗകര്യം ഉപയോഗപ്പെടുത്തി ചെയ്ത ഒരു ചാനലാണ്. ഇനിയും നമുക്ക് എന്ത് ചെയ്യണം, സൗകര്യങ്ങൾ വളരെ ഉഷാറാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അതിൽ കേരളത്തിലെ ഓരോ ഉദ്യോഗാർത്ഥികളുടെയും സഹകരണം എനിക്ക് ആവശ്യമുണ്ട്. എല്ലാ ടോപ്പിക്കും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, എല്ലാ ടോപ്പിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് കീറി മുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. നിങ്ങൾ എന്നെ കറക്റ്റ് ഫോളോ ചെയ്യുക, എന്റെ ചാനൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് നിങ്ങൾ ചെയ്തു തരേണ്ടത്, നിങ്ങൾ PSC ആസ്പിരൻസ് ആയ ഒരുപാട് വലയം, ഒരു സുഹൃത്ത് വലയം നിങ്ങൾക്ക് ഉണ്ടാവും. അവർക്കൊക്കെ എന്റെ ചാനൽ നിങ്ങൾ എത്തിക്കുക, അവരോട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അവരോട് ഫോളോ ചെയ്യാൻ പറയുക. അവർക്ക് 20-ൽ 20-ഉം 10-ൽ 10-ഉം ഞാൻ ഓഫർ ചെയ്യാണ്. അത് ഞാൻ നേടിത്തന്നിരിക്കും. അത് എന്റെ വാക്കാണ്. നിങ്ങൾക്കറിയാലോ, വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഇനി സ്റ്റുഡൻസ് കോർണറിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഹാവ് ഡാഷ് എയർ ടു ക്യാരി ഓൺ ദ ഫാമിലി നെയിം. ഈ ചോദ്യത്തിന്റെ അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ 1 എന്ന നമ്പർ ഇട്ടിട്ട് അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. സ്റ്റുഡൻസ് കോർണറിലാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഇതാണ് ഇതിന്റെ ഉത്തരം എന്ത്? വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾ ചോദ്യം കണ്ടല്ലോ. രണ്ടാമത്തെ ചോദ്യം ഇതാ, യു ക്യാൻ ഗോ ടു ഡാഷ് നാഷണൽ ആർട്ട് ഗാലറി ബട്ട് ഐ വാണ്ട് ടു വിസിറ്റ് ഡാഷ് സൂ ഫസ്റ്റ്. 2 ബ്ലാങ്ക് ഉണ്ട്. എന്തായിരിക്കും ഇവിടെ? എന്തായിരിക്കും ഇവിടെ? വെയിറ്റ് ആൻഡ് സീ, വെയിറ്റ് ആൻഡ് സീ, വെയിറ്റ് ആൻഡ് സീ. നമുക്ക് കാണാം. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ അയക്കണം. നിങ്ങളുടെ സംസാരം എനിക്ക് കമന്റിലൂടെ വായിച്ചറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും, വെദർ ഇറ്റ്സ് പോസിറ്റീവ് ഓർ നോട്ട്, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്യാം. അത് നമ്മൾ മാനിക്കും. അത് ഓരോ കുട്ടികളുടെ അഭിപ്രായം നമ്മൾ വായിച്ചു നോക്കിയിട്ട് തിരുത്താൻ പറ്റുന്നത് മുഴുവൻ തിരുത്തിയേ മുന്നോട്ട് പോകുള്ളൂ എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. ഇറ്റ് വാസ് ഡാഷ് ഓണർ ഓഫ് സീം, it was dash honor of Seema to be selected. It was dash honor of Seema to be selected എന്നാണ്. ഇവിടെ എന്തായിരിക്കും നമ്മുടെ ആൻസർ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. 3 ചോദ്യമായി. സ്റ്റുഡൻസ് കോർണറിൽ 5 ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം, യു ഹാവ് ടു ഡു ഡാഷ് ഇന്റൻസീവ് ട്രെയിനിങ് ടു ബിക്കം എ നേഴ്സ് എന്നാണ് ഇവിടെ ചോദ്യം പറഞ്ഞിട്ടുള്ളത്. യു ഹാവ് ടു ഡു ഡാഷ് ഇന്റൻസീവ് ട്രെയിനിങ് ടു ബിക്കം എ നേഴ്സ്. ഇവിടെ ഏതായിരിക്കും ഉത്തരം? നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിസ് ക്ലോത്ത്സ് വർ വേ ഓവർ ഡാഷ് ടോപ്പ് ഫോർ എ സോംബർ ഒക്കേഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തായിരിക്കും? നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് നമ്മൾ കാത്തിരിക്കുന്നു, 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 വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സ്റ്റുഡൻസ് കോർണറിൽ ഞാൻ 50 ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തന്നു. ഇനി നിങ്ങളോട് പറയുന്നു, ഈ 5 ചോദ്യത്തിന്റെ കമന്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. എന്നിട്ട് അതിൽ ഞാൻ ഉത്തരം എന്തെയും പിന്ന് ചെയ്തു വെക്കും. എന്നിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക. ഒരു ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ എനിക്ക് പരീക്ഷയ്ക്ക് കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് സ്വന്തമായി ഒന്ന് വിലയിരുത്തി നോക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. എല്ലാവർക്കും ഇതിന്റെ എക്സ്പ്ലനേഷനും കണക്റ്റഡ് ഫാക്ട്സും മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നു. ചെറിയ പോരായ്മകൾ ഉണ്ടാകും, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. എന്റെ കൂടെ ഉണ്ടാകണം. വാക്ക് തരുന്നു, ഇംഗ്ലീഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിത്ത് ഫാരിസ്, നിങ്ങളുടെ കൂടെ ഫാരിസ് ഉണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഞാൻ സെറ്റാക്കി തരും. അത് ഞാൻ തരുന്ന വാക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യും, PYQ സീരീസിന്റെ പാർട്ട് 1 കഴിഞ്ഞതായി ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എൻ്റെ താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.